നമ്മുടെ കൂടെ ചാവക്കാട് ഓൺലൈനിൽ കൂടെ ഇപ്പോൾ നമ്മുടെ കൂടെ എത്തിയുള്ള ശ്രീനന്ദയാണ് അല്ലേ? ശ്രീനന്ദ കന്നഡ റെസിറ്റേഷനിൽ സംസ്ഥാനത്തേക്ക് തൃശ്ശൂർ ജില്ലയെ പ്രതിനിധീകരിച്ച് പോകാൻ ഒരുങ്ങിയിരിക്കുകയാണ്. 5 ഇനങ്ങളിലാണ് ശ്രീനന്ദ ഈ വർഷം ഉപജില്ലയിൽ മത്സരിച്ച് ജില്ലയിലേക്ക് എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം 10 ഇനങ്ങളിൽ മത്സരിക്കുകയും 10 ഇനങ്ങളിലും ഉപജില്ലയിൽ നിന്ന് വിജയിച്ച് ജില്ലയിൽ പങ്കെടുക്കുകയും ചെയ്ത അപൂർവ വ്യക്തിത്വത്തിനുടമയാണ് ശ്രീനന്ദ. ശ്രീനന്ദ അതിനെ കുറിച്ചുള്ള അനുഭവം എന്ന് പറയും. അതിന് മുമ്പത്തെ വർഷം അവർ പറഞ്ഞു 10 ആ കലോത്സവത്തിന് ആ സമയത്ത് എത്തിയപ്പോൾ അവർ പറഞ്ഞു 10 പറ്റില്ല, 5 പറ്റുള്ളൂ. അതുവരെയും ഒരു കുഴപ്പമില്ലാണ്ട് നടന്ന പഠിച്ച് എല്ലാം പ്രാക്ടീസ് ചെയ്ത് സെറ്റാക്കി വെച്ചപ്പോൾ പെട്ടെന്ന് പറ്റില്ല പറഞ്ഞപ്പോൾ വിഷമമായി. അങ്ങനെ അച്ഛൻ്റെ കൂടെ കേസ് കൊടുക്കാൻ പോയി. ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വിധിയും വന്നു. 5 സംസ്കൃതും 5 ജനറലും എന്തൊക്കെയായിരുന്നു ഇനങ്ങൾ? 10 കഴിഞ്ഞ കൊല്ലം പങ്കെടുത്തത് ഗാനാലാപനം, പ്രഭാഷണം, അഷ്ടപതി, സംഘഗാനം, സംസ്കൃതം, വന്ദേമാതരം, സംഘഗാനം, തിരുവാതിര, കന്നഡ പത്തിഞ്ചൊല്ലല്, കന്നഡ പ്രസംഗം, കന്നഡ കവിതാരചന. മതിലകം സെന്റ് ജോസഫ് HSSലെ വിദ്യാർത്ഥിയാണ്. 11ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 1ാം ക്ലാസ് മുതൽ സംഗീതം പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. 11 വർഷമായിട്ടുള്ള സംഗീത സഭയിൽ അല്ലേ? ഏതായാലും ആ ശബ്ദ മാധുര്യവും അത് സംഗീതത്തിൻ്റെയും പ്രാക്ടീസും ഒക്കെ ആയിട്ടുള്ള കന്നഡ റെസിറ്റേഷൻ്റെയും അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ ഏതാ ഒരു 2 പേര് പാടുക ഒക്കെ കുറച്ച് പാടുകയാണ്. അഷ്ടപതി വല്ല ഓർമ്മയുണ്ടോ? കേട്ട് ചാവക്കാട് പ്രേക്ഷകർക്ക് വേണ്ടി ശ്രീനന്ദ അവതരിപ്പിക്കും. കേളു ജനമേ ജയ ധരിത്രി പാല വിദുരന ಮಾತ ಮುರಿದು ನೃಪಾಲನೆಚ್ಚರಿಸಿದನು ಕಣು ಸನ್ನೆಯಲಿ ಸೌಬಲನ ಏಳು ಧರ್ಮಜ ಸೋತೆಲ ನಿನ್ನಾಳು ಕುದುರೆಯ ನಿನ್ನು ಸಾಕು ದಯಾಳುವಲ್ಲ ಸುಯೋಧನನು ಧನವಿಲ್ಲ നിനകിന്ദ. ശ്രീനന്ദയ്ക്ക് മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ കന്നഡ റെസിറ്റേഷനിൽ ഇത്രയും കന്നഡ മീഡിയത്തിലാണ് പഠിച്ചിരുന്നത്. കാസർഗോഡായിരുന്നു. അച്ഛൻ കാസർഗോഡ് അധ്യാപകനായിട്ട് വർക്ക് ചെയ്ത് ഹെഡ് മാഷായിട്ട് അവിടെ റിട്ടയർ ആയിട്ട് തിരിച്ചും കൊണ്ടുപോകും അല്ലേ? അപ്പൊ കുറെ കാലം എത്ര ക്ലാസ് വരെ അവിടെ? 8ാം ക്ലാസ് വരെ കന്നഡ മീഡിയമായിട്ടാണ്. കന്നഡ മീഡിയമാണ്. അതുകൊണ്ടാണ് ഈ കന്നഡയിൽ ഇത്ര കോൺഫിഡൻസ്. ഇപ്പൊ ജില്ലയിലേക്ക് കന്നഡ റെസിറ്റേഷൻ ആയിട്ടാണ് സ്റ്റേറ്റിലേക്ക് പോകുന്നത് അല്ലേ? എന്തായാലും സ്റ്റേറ്റിൽ പോയിട്ട് ജില്ലയ്ക്ക് വേണ്ടി പ്രതിനിധീകരിച്ച് ഒരു അഗ്രീഡ് ആയിട്ട് വരും അല്ലേ? അപ്പൊ എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും